ഹായ്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ എല്ലാവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. KFC ചിക്കൻ അല്ലെങ്കിൽ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആർക്കാണ് ഇപ്പോൾ ഇഷ്ടമില്ലാത്തത് അല്ലേ? എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമ്മൾ പുറത്തൊക്കെ പോയ കുട്ടികൾ എപ്പോഴും വാശി പിടിക്കുന്ന ഒരു സാധനമാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇത് അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ KFC അല്ലെങ്കിൽ ചിക്കിങ് പോലുള്ള സ്ഥലത്ത് തന്നെ പോയി കഴിച്ചാലേ അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പൊതുവെ ഒരു സംസാരം തന്നെയുണ്ട്. ഇവർക്ക് എന്തോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അവരതൊരിക്കലും പുറത്ത് വിടത്തില്ല, അതുകൊണ്ടാണ് ഏറ്റവും അവിടെ ചെന്ന് കഴിക്കുമ്പോൾ നമുക്കിത് ഇത്ര ടേസ്റ്റ് എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ സത്യം. നമുക്ക് ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മളൊരു ഡിഷ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കത് കുറച്ച് അതിൽ ഇംപ്രവൈസേഷനൊക്കെ വരുത്താം. എരിവ് കൂട്ടാം, വേണമെങ്കിൽ എരിവ് കുറയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹെർബ്സ് കൂടുതൽ ചേർക്കാം, അങ്ങനെ പലതും അല്ലേ. ഈ ഒരു ഡിഷ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് എനിക്ക് ഷെയർ ചെയ്തത്. അതിനുശേഷം അതിൽ കുറച്ചൊക്കെ ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി, എൻ്റേതായുള്ള കുറച്ച് ഇംപ്രൂവൈസേഷനൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ അതൊരു പെർഫെക്റ്റ് റെസിപ്പി എന്ന് തന്നെ പറയാം. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. എൻ്റെ മോൻ്റെ വായിൽ നിന്നൊക്കെ ഒരു നല്ല വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് KFCയേക്കാളും നല്ലതാണ്, KFC ഒന്നുമല്ല എന്നൊക്കെയാണ്. ഈ ഒരു ചിക്കൻ റെസിപ്പിയിൽ യൂഷ്വലി നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയേ ഉള്ളൂ. ആകെ 1-2 ഇൻഗ്രീഡിയൻസ് ആണ് എപ്പോഴും എല്ലാ വീട്ടിലും അവൈലബിൾ ആവണമെന്നില്ലാത്തത്. അത് ഗാർലിക് പൗഡറും ഒണിയൻ പൗഡറുമാണ്. പിന്നെ ഇങ്ങനെയുള്ള ബ്രോസ്റ്റഡ് ചിക്കനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആ 2 സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി അത് വാങ്ങിച്ചില്ലെന്ന് കരുതിയും വിഷമിക്കേണ്ട, ഇതിന് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതിനുശേഷം പിന്നെ ഞാൻ പറയുന്നു വേണ്ട, നിങ്ങൾ ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു 500 ഗ്രാം, ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ, നന്നായിട്ട് വരയണം, എന്നാലാണ് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് നല്ല ടെൻഡർ ആവുള്ളൂ ചിക്കൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ് ഉപ്പിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ട് ആയിട്ടാണ് പിങ്ക് കളർ. സാധാരണ ഉപ്പിട്ടാൽ മതി. ഇത് ക്രഷ് ചെയ്ത പെപ്പറാണ് ഫ്രഷായിട്ട്, അതൊരു 1/2 ടീസ്പൂൺ. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇടുക, അതും 1/2 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ജിഞ്ചർ ഗാർലിക് പൗഡർ. അത് ഒരു 3/4 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അത് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇടുന്നത് മിക്സ്ഡ് ഹെർബ്സാണ്, അതൊരു 1/2 ടീസ്പൂൺ. അത് ഓപ്ഷനാണ്, പക്ഷേ ഓർഗാനോ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ. ഇനി ഇതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, പാല്. 1/2 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ബട്ടർ മിൽക്ക് ആക്കണം. അതായത് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ, നാരങ്ങ നീര്, ഒരു ചെറിയ നാരങ്ങയുടെ ഫുൾ നീര് അല്ലെങ്കിൽ വിനീഗർ ആഡ് ചെയ്താലും മതി, 1 ടീസ്പൂൺ. ഓക്കെ, ഇതിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ശരി ഇവിടെ ഈ ഒരു മിക്സ്ചറിൽ ചിക്കൻ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക, അതായത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതായിരിക്കും. ചിക്കൻ പീസസ് ഈ ഒരു മിക്സ്ചറിൽ മുങ്ങിക്കിടക്കണം. എന്നിട്ട് അത് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എത്രയും കൂടുതൽ നേരം വെക്കുന്നോ അത്രയും നല്ലതാട്ടോ, ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഞാനൊരു 3 മണിക്കൂറേ വെച്ചുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ മിക്സ് നോക്കാം. ഇത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ്, 1/4 കപ്പ് കോൺഫ്ലോർ. 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് കോൺഫ്ലോർ എന്നാണ് കണക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജിഞ്ചർ ഗാർലിക് പൗഡർ, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. പലരും ബേക്കിംഗ് സോഡയും പൗഡറൊക്കെ ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ക്രസ്റ്റ് ആണല്ലോ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കേണ്ടത്. സിമ്പിൾ ലോജിക്കല്ലേ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ, 2 നുള്ള് മതി. അതിട്ടിട്ട് ഈ മിക്സ്ചർ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കളർ കുറവ് പോലെ തോന്നിയുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്തു. ടോട്ടൽ 1 ടീസ്പൂൺ. ഇപ്പോൾ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 3 hours കഴിഞ്ഞു. നമുക്കിത് ഇനി ഫ്രൈ ചെയ്യാം. അതിന് മുന്നായിട്ട് ഇതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. പലരും ഈ എഗ് മിക്സ്ചറൊക്കെ വേറെ വെക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഭയങ്കര ജോലിയാണ്, 3 പാത്രങ്ങളൊക്കെ. ഞാൻ ഭൂലോകം അടിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വിദ്യയാണ് ഞാൻ കണ്ടുപിടിക്കാറ്. അതിനായിട്ട് ഞാൻ കണ്ടുപിടിച്ച വിദ്യയാണിത്. ഈ എഗ്ഗ് ഈ ചിക്കനിലേക്ക് നേരിട്ടങ്ങ് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
പക്ഷേ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ചെയ്യാവുള്ളൂ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി കോട്ടിങ് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ അതിൻ്റെ ആ ഒരു മാരിനേഷനോട് കൂടി തന്നെ എടുത്തിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ മിക്സിൽ ഇട്ട ശേഷം നന്നായിട്ട് കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സർ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ സൈഡ്സും നന്നായിട്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് അല്പം ടൈം കൺസ്യൂമിങ് കേട്ടോ. ഇതൊന്നും നമ്മൾ ക്ഷമയോടെ ഒന്ന് സമയമൊക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുറം നല്ല ക്രസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ നല്ല ടെൻഡറായിട്ടുള്ളൊരു ചിക്കനും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഒരു പീസൂടെ കാണിച്ചു തരാം. ഇതേപോലെ മാരിനേഷനോട് കൂടി തന്നെ ഇട്ട ശേഷം ആ പൊടി ഇതിൻ്റെ മുകളിലേക്ക് വാരി വിതറിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. നല്ല ശക്തി ഉപയോഗിച്ച് തന്നെ പ്രസ് ചെയ്ത് എല്ലാ സൈഡ്സും ഇതിൽ അത് പൊടി കൊണ്ട് കോട്ട് ചെയ്യണം. ഓക്കെ. എന്നിട്ട് എങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിലിടയ്ക്ക് വിടവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പൊടി കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം കൈ വെച്ച് തന്നെ നമുക്കൊന്ന് കുടഞ്ഞ് ആ എക്സസ് ആയിട്ടുള്ള അത് പൊടി കുടഞ്ഞ് കളയുക. അപ്പോൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ടെക്സ്ചർ കാണാം, ഒരു റിങ്കിൾസൊക്കെ വന്നിട്ട് ഇതാണ് ഇങ്ങനെ ഇരിക്കണം അത്. ഓക്കെ. അപ്പം ഇങ്ങനത്തെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ഫസ്റ്റ് ബാച്ചിന് വേണ്ട ഇത് മാത്രമാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നമുക്ക് ഒരു പീസ് 1-2 പീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു നാക്ക് നമുക്ക് പിടികിട്ടും. ഈവൻ കൊച്ചു കുട്ടികൾക്ക് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പോലും ഇത് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു കോട്ടിങ് കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇനി ഓയിലിനെ പറ്റി പറയട്ടെ. വെളിച്ചെണ്ണ ഒന്നും ഒരിക്കലും എടുക്കരുത് കേട്ടോ. ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ, നമ്മുടെ കപ്പലിൻ്റെ എണ്ണ. കപ്പലിൻ്റെ എണ്ണയ്ക്ക് പ്രത്യേക ഒരു ഫ്ലേവറുണ്ട്. ഓയിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക കേട്ടോ. അതിനുശേഷം ചിക്കൻ പീസ് ഇടുന്നതിനും തൊട്ട് മുൻപ് അത് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രം ഈ ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഓവർ ക്രൗഡഡായിട്ട് കുറേ പീസ് വേഗം ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിടരുത്. ഒരു 3-4 പീസ്, അതായത് നിങ്ങളുടെ ആ ഒരു എങ്ങനെയാണോ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അധികം ക്രൗഡഡ് ആവാതെ വേണം ഇടാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓയിലിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഒരു ഗോൾഡൻ കളർ, നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ കളർ കിട്ടും. ഇതാണ് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ അത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇത് പെർഫെക്റ്റാണ്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ, അതാണ് രസം. കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് പല ബാച്ചായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 7 to 8 മിനിറ്റ്സ് എടുക്കും ഇത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരാനായിട്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ആ ഒരു നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതായിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇതും ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരി ഒന്ന് മാറ്റാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം നല്ല ചൂടോടെ. ഇത് കാണുന്നേക്കാളും രസമാണ് കഴിക്കാൻ. ഇത് പുറം നല്ല ക്രിസ്പിയുമാണ്. അതേസമയം തന്നെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വളരെ ടെൻഡർ എന്ന് പറഞ്ഞാൽ ഫിഷ് പോലെ തന്നെ ടെൻഡറാവും. അത് നമ്മൾ ഈ മാരിനേറ്റൊക്കെ ചെയ്ത് ബട്ടർ മിൽക്കിലൊക്കെ മാരിനേറ്റ് ചെയ്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ ഇത്രയും മണിക്കൂർ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടൊമാറ്റോ സോസിലാണ്. അന്യായ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.